കർത്താവെ, അനുഭവങ്ങളിലൂടെ അങ്ങേ അറിയുവാനും ആ അനുഭവത്തിൻ്റെ ബോധ്യത ജീവിക്കുവാനും ബോധ്യത്തിൻ്റെ സാക്ഷ്യത്തിൽ കർത്താവെ നിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമായി ഈ ഭൂമി പരിരസിക്കുവാൻ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ. അനേകം മക്കൾ കണ്ണീരോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, മുടി കൊഴിഞ്ഞു പോകുന്നവരെ ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഇതൊന്നും ചിന്തിക്കാൻ പോലും ഇല്ലായിരുന്ന സമയത്ത് ഞാനത് കാണുന്നുണ്ട് കർത്താവെ. അത് കീമോ എടുത്തവരായാലും ശരി, അല്ലാതെ തന്നെ പ്രായാധിക്യത്താലും അല്ലെങ്കിൽ അകാല വാർദ്ധക്യത്താലും മുടി കൊഴിയുന്നവരുണ്ട് ഈശോയെ. അങ്ങനെയുള്ളവരെല്ലാം കുറച്ച് നാണിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. കല്യാണം ഒത്തുവരാത്തവരുണ്ട്. അങ്ങനെ മനസ്സിന് സങ്കടമുള്ളവരുണ്ട് ഈശോ. അവരെല്ലാം നീ സ്പർശിക്കണമേ. അവരുടെ സങ്കടങ്ങൾ കർത്താവ് നീ പരിഹരിക്കണമേ പ്രാർത്ഥിക്കുന്നു. വിവാഹം ഒത്തുവരാത്ത മക്കൾ, വിവാഹത്തിന് കാലമായിട്ടും കാലം കഴിഞ്ഞിട്ടും ജീവിത പങ്കാളിയെ കിട്ടാനോ അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങാത്ത കുടുംബങ്ങളെ പ്രത്യേകം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭവനവും ഇല്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾ പഠിക്കാത്തവരുണ്ട് ഈശോയെ. ഹൈപ്പർ ആക്ടിവിറ്റികളുണ്ട് ഈശോയെ. ഒട്ടിസം ഉള്ളവരുണ്ട് ഈശോയെ. മക്കൾ കൊണ്ട് പൊറുതിമുട്ടിട്ട് ജീവിക്കാൻ പറ്റാതെ പലതരത്തിലുള്ള തിന്മകൾ അകപ്പെട്ടിരിക്കുന്ന മക്കൾ കുടുംബത്തിന് അസമാധാനം ഉണ്ടാക്കുന്നവരുണ്ട് ഈശോയെ. ഈശോ ഇവർ ജനിക്കാതിരുന്നെങ്കിൽ എല്ലായിടത്തും ചത്തുപോയിരുന്നെങ്കിൽ പോലും ആഗ്രഹിക്കുന്ന മനസ്സുകൊണ്ട് പ്രായിപ്പോകുന്ന രീതിയിൽ ജീവിക്കുന്ന മക്കളുണ്ട് ഈശോയെ. അവരെല്ലാം നീ തൊടണമേ. നിൻ്റെ തിരുരക്തത്താൽ അവരെ കഴുകണമേ കർത്താവെ. അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതയാൽ കർത്താവ് കഞ്ചാവിനും മയക്കുമരുന്നിനും അടിപ്പെട്ടിരിക്കുന്ന മക്കളുടെ ആന്തരിക അവബോധ മനസ്സുകളെയും ആന്തരിക ശീലങ്ങളെ കർത്താവിൽ നീ കഴുകണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥ എല്ലാവിധ പൈശാചിക തിന്മകളും ദുശ്ശീലങ്ങളും എൻ്റെ മക്കളുടെ ഹൃദയത്തിൽ നിന്നും ജീവിതത്തിൽ നിന്നും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. കർത്താവ്, സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, കേസിൽ അകപ്പെട്ട പോയ കുടുംബങ്ങൾ, പോസ്കോയിൽ അകപ്പെട്ടു പോയ കുടുംബങ്ങൾ, കള്ളക്കേസിൽ അകപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളെ നീ കർത്താവ് നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. ഈശോ ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു കർത്താവ് സമാധാനത്തോടെ ജീവിക്കാനും ആ ജീവിതത്തിലേക്ക് പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനും അങ്ങേക്ക് കഴിയും കർത്താവ്. അതിന് ആഗ്രഹിക്കുന്ന മക്കൾക്ക് അതുപോലെ സാഹചര്യങ്ങൾ ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അവർക്കുണ്ടായിരുന്ന അപമാനങ്ങളെല്ലാം മാറ്റിക്കൊടുക്കുകയും കർത്താവ് അവർ സമാധാനത്തിലും വിശുദ്ധിയോടെയും ജീവിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കാൻ പരിശുദ്ധമായ ദേവമാതാവെ അങ്ങനെയുള്ള കുടുംബങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാര്യാഭർത്താക്കന്മാരെ കലഹത്തിൽ ഭിന്നതയിലിരിക്കുന്നവർ, അതുപോലെ തന്നെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ കർത്താവ്, അതിനുവേണ്ടി കർത്താവ് വൈരാഗ്യ ബുദ്ധിയോട് മറ്റുള്ളവരെ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി വൈരാഗ്യ ബുദ്ധിയോട് അതിനുവേണ്ടി ഒരുങ്ങുന്നവർ അവരെല്ലാം സന്ദർശിക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ച് അടയാളം ദൈവശക്തി അവസാദ രോഗങ്ങൾ, ഡിപ്രഷൻ രോഗങ്ങൾ, മനസ്സിൻ്റെ എല്ലാവിധത്തിലുള്ള മരവിപ്പ് രോഗങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ സൗഖ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. ഈശോ